JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം LD ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. LD ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സിൽ ഇന്ന് നമുക്ക് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് 10/10/2021 നമ്മുടെ രണ്ടാമത്തെ മോഡൽ എക്സാം LD ടൈപ്പിസ്റ്റിന്റെ രണ്ടാമത്തെ മോഡൽ എക്സാം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളും മത്സരത്തോടു കൂടി തന്നെ, അതായത് എല്ലാവർക്കും 90% മുകളിൽ മാർക്ക് ലഭിക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആദ്യം തൊട്ടുള്ള എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് കാണുക. അപ്പോൾ ആ കാണുന്ന മാത്രമല്ല, അതെല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. അതിൽ നിന്ന് ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകളിൽ നിന്ന് ഉള്ള ചോദ്യങ്ങൾ എല്ലാം തന്നെ ഈ രണ്ടാമത്തെ മോഡൽ എക്സാമിന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ വളരെ ധാരാളം ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിക്കാതെ, കട്ട് ഓഫ് മാർക്ക് അച്ചീവ് ചെയ്യാതെ ഷോർട്ട് ലിസ്റ്റിൽ എത്താൻ പറ്റാത്ത ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചു. അത് അവർക്കെല്ലാവർക്കും ഇനിയിപ്പം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ എക്സാം വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ ആദ്യത്തോട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾ കാണുക. അപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ് എത്താൻ പറ്റിയില്ല എന്നോർത്തുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഇനി വരുന്ന LD ടൈപ്പിസ്റ്റിന്റെ എക്സാമിന് ആണെങ്കിൽ പോലും നമുക്കത് റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ വേണ്ടി നല്ല മത്സരത്തോടു കൂടി തന്നെ പരിശ്രമിക്കണം. അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റിന്റെ മെയിൻ എക്സാം വരുന്നുണ്ട്. അപ്പോൾ ആ മെയിൻ എക്സാമിന് വേണ്ടി പ്രിലിമിനറി റാങ്ക് ലിസ്റ്റിൽ എത്തിയ, കട്ട് ഓഫ് മാർക്ക് അച്ചീവ് ചെയ്ത് ഷോർട്ട് ലിസ്റ്റിൽ എത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള മെയിൻ പരീക്ഷയുണ്ട് LD ടൈപ്പിസ്റ്റിന്റെ. അതിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ തയ്യാറെടുക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ആദ്യം തൊട്ടുള്ള എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് തന്നെ കണ്ടാൽ മാത്രം പോരാ, നന്നായിട്ട് അത് പഠിക്കണം. പഠിച്ച് ഒരു കാരണവശാലും നമ്മൾ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്ന് നമ്മൾ ഒരു കാരണവശാലും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 90% മുകളിൽ മാർക്ക് മേടിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുക. അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് കട്ട് ഓഫ് മാർക്ക് ഒരു വിഷയമേ അല്ലാതായി തീരുകയും നമുക്ക് ഏറ്റവും ടോപ്പ് റാങ്കിൽ എത്തിത്തരാനും ഉടൻ തന്നെ ജോലി ലഭിക്കാനും സാധ്യമാകും. അതുകൊണ്ട് എല്ലാവരും നല്ല മത്സരത്തോടു കൂടി തന്നെ ക്ലാസ്സുകൾ കണ്ട് പഠിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യത്തെ ക്ലാസ് ഒന്നും കണ്ടിട്ട് ഒരു പ്രാവശ്യം മനസ്സിലായില്ലെങ്കിൽ പല ആവർത്തി കണ്ട് അത് തിട്ടപ്പെടുത്തണം. അങ്ങനെ ഓരോ ക്ലാസ്സുകളും പല ആവർത്തി കണ്ട് തിട്ടപ്പെടുത്തണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Where would you find letters QWERTY? Where would you find letters QWERTY? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ് QWERTY എന്ന അക്ഷരങ്ങൾ നിങ്ങൾ എവിടെ കണ്ടെത്തും? ഓപ്ഷൻ എ മൗസ്, ഓപ്ഷൻ ബി ന്യൂമറിക് കീപാഡ്, ഓപ്ഷൻ സി ലാർജസ്റ്റ് കീ ഓഫ് കീബോർഡ്, ഓപ്ഷൻ ഡി കീബോർഡ്. Where would you find letters QWERTY? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, കീബോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ. What is the most likely to use when playing a computer game? What is the most likely to use when playing a computer game? അതായത് ഒരു കമ്പ്യൂട്ടർ ഗെയിം കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനകത്ത് നോക്കാം. ഓപ്ഷൻ എ ടച്ച് സ്ക്രീന്, ഓപ്ഷൻ ബി ലൈറ്റ് പെന്ന്, ഓപ്ഷൻ സി ജോയ്സ്റ്റിക്ക്, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. വാട്ട് ഈസ് ദ മോസ്റ്റ് ലൈക്ലി ടു യൂസ് വെൻ പ്ലേയിങ് എ കമ്പ്യൂട്ടർ ഗെയിം? ഓപ്ഷൻ സി ആണ് ആൻസർ, ജോയ്സ്റ്റിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇൻപുട്ട് ഡിവൈസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മാർക്കിംഗ് എ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ? What input device can be used for marking a multiple choice question? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മൗസ്, ഓപ്ഷൻ ബി കീബോർഡ്, ഓപ്ഷൻ സി ബാർകോഡ് റീഡർ, ഓപ്ഷൻ ഡി ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ആദ്യം എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യം അടയാളപ്പെടുത്താൻ എന്ത് ഇൻപുട്ട് ഉപകരണം ഉപയോഗിക്കാം? ഏതാണ് ഈ ഓപ്ഷനകത്ത് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. അടുത്ത ക്വസ്റ്റ്യൻ. What input device could tell you the price of chocolate bar?
what input device could tell you the price of chocolate bar? അതായത് ഏത് ഇൻപുട്ട് ഉപകരണത്തിന് ചോക്ലേറ്റ് ബാറിന്റെ വില പറയാൻ കഴിയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മൗസ്, ഓപ്ഷൻ ബി കീബോർഡ്, ഓപ്ഷൻ സി ബാർകോഡ് റീഡർ, ഓപ്ഷൻ ഡി ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. What input device could tell you the price of chocolate bar? ഓപ്ഷൻ സി ആണ് ആൻസർ, ബാർകോഡ് റീഡർ. അടുത്ത ക്വസ്റ്റ്യൻ. Where would you find a magnetic strip? Where would you find a magnetic strip? അതായത് ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പ് നിങ്ങൾ എവിടെ കണ്ടെത്തും? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ക്രെഡിറ്റ് കാർഡ്സ്, ഓപ്ഷൻ ബി സ്മാർട്ട് കാർഡ്സ്, ഓപ്ഷൻ സി സ്പീക്കേഴ്സ്, ഓപ്ഷൻ ഡി വിഡിയൂസ്. Where would you find a magnetic strip? ഓപ്ഷൻ എ ആണ് ആൻസർ, ക്രെഡിറ്റ് കാർഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. In the keyboard, alphanumeric keys includes dash. In the keyboard, alphanumeric keys includes dash. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഫുൾ സ്റ്റോപ്പ്, ഓപ്ഷൻ ബി സിംബൽ, ഓപ്ഷൻ സി ക്വസ്റ്റ്യൻ മാർക്ക്, ഓപ്ഷൻ ഡി only A, B and C. In the keyboard, alphanumeric keys includes. അതായത് ക്വസ്റ്റ്യന്റെ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? കീബോർഡിന്റെ ആൽഫാന്യൂമറിക് കീകൾ ഉൾപ്പെടുന്നു. ഏതിലാണ്? ഓപ്ഷനകത്ത്, ഈ ഓപ്ഷനകത്ത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, only A, B and C. അടുത്ത ക്വസ്റ്റ്യൻ. In the keyboard, functional keys includes dash. In the keyboard, functional keys includes dash. അതായത് കീബോർഡിലെ പ്രവർത്തനപരമായ കീകൾ ഉൾപ്പെടുന്നു. ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഫുൾ സ്റ്റോപ്പ്, ഓപ്ഷൻ ബി സിംബൽ, ഓപ്ഷൻ സി ക്വസ്റ്റ്യൻ മാർക്ക്, ഓപ്ഷൻ ഡി F8. In the keyboard, functional keys include dash. Option D ആണ് ആൻസർ, F8. അടുത്ത ക്വസ്റ്റ്യൻ. In the keyboard, special keys include dash. In the keyboard, special keys include dash. എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? കീബോർഡിലെ പ്രത്യേക കീകളിൽ ഉൾപ്പെടുന്നു ഡാഷ്. ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇൻസേർട്ട് കീ, ഓപ്ഷൻ ബി റിട്ടേൺ കീ, ഓപ്ഷൻ സി ഷിഫ്റ്റ് കീ, ഓപ്ഷൻ ഡി all of these. In the keyboard, special keys includes dash. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, all of these. അടുത്ത ക്വസ്റ്റ്യൻ. In the mouse, the function of roller ball is a dash. In the mouse, the function of roller ball is a dash. അതായത് മൗസില് റോളർ ബോളിന്റെ പ്രവർത്തനം ഡാഷ് ആണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സിഗ്നൽസ് മൂവ്മെന്റ് ടു ദ സിസ്റ്റം, ഓപ്ഷൻ ബി ഫോർ മേക്കിംഗ് സെലക്ഷൻ, ഓപ്ഷൻ സി ഫോർ കണക്ഷൻ ഓഫ് ദ മൗസ് ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം, ഓപ്ഷൻ ഡി ടു അറ്റാച്ച് ദ മൗസ് ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇൻ ദ മൗസ് ദ ഫംഗ്ഷൻ ഓഫ് റോളർ ബോൾ ഈസ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, സിഗ്നൽസ് movement to the system. അടുത്ത ക്വസ്റ്റ്യൻ. In the mouse, the function of interface connector is a dash. In the mouse, the function of interface connector is a dash. എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? മൗസില് ഇന്റർഫേസ് കണക്ടറിന്റെ പ്രവർത്തനം ഡാഷ് ആണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സിഗ്നൽസ് മൂവ്മെന്റ് ടു ദ സിസ്റ്റം, option B for making selection, option C for connection of the mouse to the computer system, option D to attach the mouse to the computer system. In the mouse, the function of interface connector is. Option D an answer, to attach the mouse to the computer system. Other question.
Hard copy is term used to describe dash. Hard copy is term used to describe a dash. എന്താണ് ആ ചോദ്യത്തിന് അർത്ഥം എന്താണ്? ഹാർഡ് കോപ്പി എന്നത് ഡാഷ് വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സ്റ്റോറിംഗ് ഇൻഫർമേഷൻ ഓൺ ദ ഹാർഡ് ഡിസ്ക്. ഓപ്ഷൻ ബി പ്രിന്റഡ് ഔട്ട്പുട്ട്. ഓപ്ഷൻ സി റൈറ്റിംഗ് ഓൺ എ ഹാർഡ് ബോർഡ്. Option D, all of these. Hard copy is term used to describe. Option B answer printed output. Hard copy is term used to describe printed output. Option B ആണ് answer. അടുത്ത question. What do you need for an inkjet printer? What do you need for an inkjet printer? അതായത് ഒരു ഇങ്ക്ജെറ്റ് പ്രിന്ററിന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഓപ്ഷൻ എ കാർട്രിഡ്ജ്. ഓപ്ഷൻ ബി എ ഡ്രം. ഓപ്ഷൻ സി എ റിബൺ. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. വാട്ട് ഡു യു നീഡ് ഫോർ ആൻ ഇങ്ക്ജെറ്റ് പ്രിന്റർ? ഓപ്ഷൻ എ ആണ് ആൻസർ, എ കാർട്രിഡ്ജ്. അടുത്ത ക്വസ്റ്റ്യൻ. An impact printer creates characters by using dash. An impact printer creates characters by using dash. അതായത് ഒരു ഇമ്പാക്ട് പ്രിന്റർ ഡാഷ് ഉപയോഗിച്ച് പ്രതീകങ്ങൾ സൃഷ്ടിക്കുന്നു. ഓപ്ഷൻ എ an ink pen. ഓപ്ഷൻ ബി ഇലക്ട്രിക്കലി ചാർജ്ഡ് ഇങ്ക്. ഓപ്ഷൻ സി an inked ribbon and print head. Option D, all of these. An impact printer creates characters by using. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, an inked ribbon and print head. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is/are the basic kind of barcode reader? Which of the following is/are the basic കൈൻഡ് ഓഫ് ബാർകോഡ് റീഡർ? എന്താണ് ആ ചോദ്യത്തിന് അർത്ഥം? എന്താണ്? താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന തരം ബാർകോഡ് റീഡർ? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇമേജ് സ്കാനേഴ്സ്. ഓപ്ഷൻ ബി ലേസർ സ്കാനേഴ്സ്. ഓപ്ഷൻ സി സ്ലോട്ട് സ്കാനേഴ്സ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് is/are the basic kind of barcode reader? ഓപ്ഷൻ D ആണ് ആൻസർ, all of these. അടുത്ത ക്വസ്റ്റ്യൻ. A dash provides the input for a voice recognition system. A dash provides the input for a voice recognition system. എന്താണ് ആ ചോദ്യത്തിന് അർത്ഥം? എന്താണ്? ഒരു വോയിസ് റെക്കഗ്നിഷൻ സിസ്റ്റത്തിനുള്ള ഇൻപുട്ട് ഒരു ഡാഷ് നൽകുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ OMR. ഓപ്ഷൻ ബി OCR. ഓപ്ഷൻ സി MICR. ഓപ്ഷൻ ഡി മൈക്രോഫോൺ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, മൈക്രോഫോൺ. അടുത്ത ക്വസ്റ്റ്യൻ. ലൈൻ പ്രിന്റേഴ്സ് print a line at a time from approximately a dash. Line printers print a line at a time from approximately a dash. അതായത് ഒരു ലൈൻ പ്രിന്ററുകൾ ഏകദേശം ഡാഷ് മുതൽ ഒരു സമയം ഒരു വരി പ്രിന്റ് ചെയ്യുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 90 to 180 lines per minute. 400 to 2000 lines per minute. Option C 800 pages per minute. Option D all of these. Line printers print a line at a time from approximately. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, 400 to 2000 lines per minute. അടുത്ത ക്വസ്റ്റ്യൻ. Modern color plotters usually use only 4 pens dash. Modern color plotters usually use only 4 pens dash. എന്താണ് അതിനർത്ഥം? ആധുനിക കളർ പ്ലോട്ടർമാർ സാധാരണയായി 4 പേനകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സിയാൻ, മജണ്ട, യെല്ലോ ആൻഡ് ബ്ലാക്ക്.
ഓപ്ഷൻ ബി സിയാൻ, പിങ്ക്, യെല്ലോ ആൻഡ് ബ്ലാക്ക്. ഓപ്ഷൻ സി ബ്ലൂ, മജന്റ, യെല്ലോ ആൻഡ് ബ്ലാക്ക്. ഓപ്ഷൻ ഡി സിയാൻ, റെഡ്, യെല്ലോ ആൻഡ് ബ്ലാക്ക്. മോഡേൺ കളർ പ്ലോട്ടേഴ്സ് യൂഷ്വലി യൂസ് ഓൺലി ഫോർ പെൻസ് ഡാഷ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. സിയാന്, മജന്ത, യെല്ലോ ആൻഡ് ബ്ലാക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. The clarity of a CRT monitor is based on dash. The clarity of a CRT monitor is based on dash. അതായത് ഒരു CRT മോണിറ്ററിന്റെ വ്യക്തത ഡാഷ് അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഏത് അടിസ്ഥാനമാക്കിയുള്ളതാണ്? ഓപ്ഷൻ എ വീഡിയോ ബാൻഡ്വിഡ്ത്ത്. ഓപ്ഷൻ ബി ഡോട്ട് പിച്ച്. ഓപ്ഷൻ സി റീഫ്രഷ് റേറ്റ്. Option D, all of these. The clarity of a CRT monitor is based on option D and answer all of these. Other question. In display adapters, SVGA stands for dash. In display adapters, SVGA stands for a dash. ഡിസ്പ്ലേ അഡാപ്റ്ററുകളിൽ SVGA എന്നാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്റ്റേഷനറി വീഡിയോ ഗ്രാഫിക്സ് അറേ. ഓപ്ഷൻ ബി സൂപ്പർ വീഡിയോ ഗ്രാഫിക്സ് അറേ. ഓപ്ഷൻ സി സ്റ്റേഷനറി വിഷ്വൽ ഗ്രാഫിക്സ് അറേ. ഓപ്ഷൻ ഡി സൂപ്പർ വിഷ്വൽ ഗ്രാഫിക്സ് അറേ. ഇൻ ഡിസ്പ്ലേ അഡാപ്റ്റേഴ്സ് SVGA stands for ഓപ്ഷൻ ബി ആണ് ആൻസർ സൂപ്പർ വീഡിയോ ഗ്രാഫിക്സ് അറേ. അടുത്ത ക്വസ്റ്റ്യൻ. Projection displays are used for dash. Projection displays are used for dash. അതായത് പ്രൊജക്ഷൻ ഡിസ്പ്ലേകൾ ഡാഷ് ഉപയോഗിക്കുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സെമിനാർസ്. ഓപ്ഷൻ ബി മാർക്കറ്റിംഗ് പ്രസന്റേഷൻസ്. ഓപ്ഷൻ സി ക്ലാസ് റൂംസ്. ഓപ്ഷൻ ഡി all of these. Projection displays are used for all of these. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.